ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ കേക്കിലും ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പറ്റുന്നവർ കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക. പ്രൈസൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് 2 ഓർഡർ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 കേക്കും സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് വൺ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് കേട്ടോ. അവർ അധികവും എൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങാറ്. നമ്മളുടെ റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ ആളുടെ അനിയൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കണേ എന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പക്ഷെ അവളെ വിളിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഡെക്കറേഷൻ അങ്ങോട്ട് നല്ലപോലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കസ്റ്റമറും ഓട്ടോക്കാരും തമ്മിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പറ്റിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഓട്ടോ അയക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ അവർ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഒരു ടോയ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പൈഡർമാൻ്റെ. അപ്പോൾ അതും പിന്നെ കുറച്ച് ഫോക്സ് ബോളൊക്കെ വെച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തൊരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിലായിരുന്നു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടോളാക്കിയിട്ടാണ് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ നമ്മളുടെ വീടിനടുത്ത് തന്നെയുള്ള തൊട്ടടുത്തേക്കുള്ള ഒരു ഓർഡർ ആയിരുന്നു. കേക്ക് വന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഓറിയോ ആണ്. സോ നമ്മൾ ഓറിയോ ഒരു ഒതൻറ്റിക് ഡിസൈൻ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഇതിൽ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ഒക്കെ വെച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ അതിലൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവർക്ക് വേറെ ഡിസൈനും കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോർമൽ ഡിസൈനിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോർമലായിട്ട് സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് സെറ്റ് ചെയ്തെടുത്തൊരു കേക്കായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറയാൻ എനിക്ക് എന്താണ് ആൻസർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ക്ലൂ ആയിട്ട് പറയാൻ പ്രത്യേകിച്ച് ക്ലൂ ഒന്നുമില്ല, രണ്ടിലും കോമൺ ആണ്. ക്ലൂ അതേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, എപ്പോഴും എല്ലാ ദിവസവും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ മനസ്സിനൊരു സുഖം തോന്നി. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. പിന്നെന്ന് പറയാൻ വീഡിയോസൊക്കെ ലൈക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് പോട്. പറ്റുമെങ്കിൽ ഷെയറും കൂടെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ ഫോളോയും കൂടെ പറ്റുമെങ്കിൽ ചെയ്തിട്ടേക്ക്. ഇപ്പം ഒന്ന് കേക്കിൻ്റെ പണിയിലങ്ങ് സൈഡായപ്പം പയമ്പൊരി തിന്നാനൊരു പ്യൂതി. അപ്പോൾ പിന്നെ പയമ്പൊരിയിൽ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. സോ ബൈ.